ഹർഷ, കേരളക്കരയിൽ ഒരുപാട് ഫാൻസ് ഉള്ള കേരളത്തിലെ ഇന്ന് ജനറേഷൻ ഭേദമന്യേ എല്ലാവരുടെയും ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ സ്നേഹിക്കുന്ന ലേബൽ അങ്ങനെ നെഞ്ചിലൊടിച്ച് നടക്കുന്ന ഞങ്ങളുടെ സ്വന്തം അച്ചായനിത എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ ചാപ്റ്റർ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ സ്നേഹവും ആ ഒരു ട്രസ്റ്റും മൂലം തന്നെയാണ് ഈ ഒരു സെലിബ്രേഷനിൽ അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചായനിത ഈ 37ാമത്തെ ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് ടൈമിലെത്തി. ഒത്തിരി സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. So yes, നമുക്ക് എല്ലാവർക്കും അറിയാം, this man absolutely needs no introduction at all. അല്ലേ? സോ കേരളത്തിൽ എന്ന് വേണ്ട, നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടിക്കും പ്രായഭേദമന്യേ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അദ്ദേഹം. ബിയോണ്ട് എ ബ്രാൻഡ്, ബിയോണ്ട് ലെഗസി, ഹി ഇസ് എ ഹോൾഡേ സോഷ്യൽ വാല്യൂസ്, അല്ലെ, ഹ്യൂമൻ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഓണറാണ് അദ്ദേഹം. സോ യെസ് എവരിവൺ, നിരന്തര കൈയോടെ നമുക്ക് 21 വർഷത്തിന് ഫലമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന അച്ചായൻസ് ഗോൾഡിന്റെ അമരക്കാരൻ, the legendary, the dynamic, the visionary, a big round of applause everybody for weighing out on Achayan, please. Yes, ബിസിനസ് ചെയ്യാൻ ആർക്കാണെങ്കിലും പറ്റാത്തത്, ഒരു സംരംഭം തുടങ്ങാൻ ആർക്കാണെങ്കിലും പറ്റാത്തത്, പക്ഷേ ഈ ചരിത്രം, ഈ ഹിസ്റ്ററിയൊക്കെ മാറ്റി കുറിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ലാഭം നോക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റം നിന്നുകൊണ്ട് ഹ്യൂമനിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഇന്നു മുതൽ കരകശാലുകാർക്ക് വേണ്ടിയും കൂടെ ചെയ്യാൻ മുതിരുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചായൻ. So ladies and gentlemen, we are not just holding a business. നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് മാത്രമല്ല ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ കൂടെ കൂട്ടുന്നത് ആയിരക്കണക്കിന് നല്ല മനുഷ്യരെയാണ്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആയിരക്കണക്കിന് നല്ല മനുഷ്യരെ. സോ നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ട്, അന്നദാനം കൊടുത്തുകൊണ്ടും, പാർപ്പിടം കൊടുത്തുകൊണ്ടും, when we say 37th, അല്ലെങ്കിൽ സാറിന് വളരെ പ്രൗഡായിട്ട് പറയുന്നത് 37th ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഷോറൂം ദാറ്റ് ദേ ഇനോഗ്രേറ്റഡ്, അല്ലേ, ഈ 34 കുടുംബങ്ങൾക്ക്, ഡിസേർവിംഗ് കുടുംബങ്ങൾക്ക് നമ്മളൊരു വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർത്തതിന്റെ ഒപ്പമാണ് ഒരു 37ാമത്തെ ഷോറൂമിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷനിലേക്ക് കൂടി നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ മോസ്റ്റ് വെയിറ്റഡ് മൊമെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന that a very moment, നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ is joining us. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയതാരം, അത് ഹാസ്യമായാലും റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ആയാലും നല്ല ക്യാരക്ടർ ടിപ്പിക്കൽ റോൾസ് ആയാലും പ്രായഭേദമന്യേ മലയാളി പ്രേക്ഷകരെ a very own വർഷത്തിലെ ഏറ്റവും മനോഹരമായ ദിവസത്തിൽ കരകശാലുകാർക്ക് നവ്യ ചേച്ചിയോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ സാധിച്ചത് ചേച്ചിയുടെ നിറസാന്നിധ്യം അച്ചായൻസിനോടൊപ്പം വാങ്ങിക്കാൻ പറ്റിയത് ഏറെ സന്തോഷം അറിയിക്കുകയാണ്. നവ്യ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ വിശേഷങ്ങൾ നമുക്ക് പറയാമല്ലോ. ചേച്ചിയുടെ രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞ കുറച്ചു പേര് മണിക്കൂറുകളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടുപേരുടെയും സെലിബ്രിറ്റി ചീഫ് ഗസ്റ്റ്, അല്ലേ, നമ്മളെ ജോയിൻ ചെയ്തിരിക്കുന്നു. സോ അവരെ ഈ ഒരു മൊമെന്റിലേക്ക്, നമ്മുടെ ഗ്രാൻഡ് മൈൽസ്റ്റോൺ മൊമെന്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് let me welcome our general manager Mr. Shilan Korean to please hand over a bouquet and welcome these two amazing people to this wonderful occasion. So ladies and gentlemen, നിരന്തര കൈയ്യടിയോടെ നമുക്ക് ഒരു രണ്ടുപേരെയും ഈ ഒരു ബ്യൂട്ടിഫുൾ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, everybody, we have cheered for this grand moment. മനോഹരമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ബൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് നമ്മൾ ഏറെ സ്നേഹത്തോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇനി മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലേ? സോ രവിശേഷി, നമ്മളെല്ലാവരും ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് രണ്ടുപേരും ഇങ്ങനെ വരുന്നത്? സോ നമ്മൾ ക്രൗഡിലേക്ക് പോകുമ്പോൾ എല്ലാവരും എപ്പോഴാണ് വരുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. സോ യെസ്, കരകശാലിന് ഒരുപാട് ഹാപ്പി ന്യൂ ഇയർ. Ready, 1, 2, 3, start. അടിപൊളി. എനിക്കിതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ന്യൂ ഇയർ എന്താ പറയാ വിഷ്
ഒരാളോ രണ്ടാളോ ആണോ എന്നെ ഇപ്പോൾ വിഷ് ചെയ്തത്? എത്ര പേര് ഒരുമിച്ചാണ് അല്ലേ? നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സന്തോഷം നിറഞ്ഞ, നമുക്കറിയാം ഓരോ വർഷവും നമ്മളിവിടെ കൊറോണ വന്നപ്പോഴും സുനാമി വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ നമ്മൾ എത്രയാണ്, നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ സ്നേഹത്തിന് പുറത്താണ് നമ്മളെല്ലാവരും ഒരൊറ്റ കെട്ടായിട്ട് നിന്നത് അല്ലേ? അപ്പോൾ ഒരു ദുരന്തവും വരേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് സ്നേഹത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓരോ ന്യൂ ഇയറിനും, അതായത് എപ്പോഴും ന്യൂ ഇയറിനല്ലേ നമ്മൾ ഓരോ റെസൊല്യൂഷൻസും തീരുമാനങ്ങൾക്കും ഒക്കെ എടുക്കാന്നൊക്കെ പറയില്ലേ, ഇത്തവണത്തെ എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ അതൊക്കെ ഒരു ട്രെൻഡാണല്ലോ അല്ലേ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ. എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തിരിച്ച് ഓർക്കേണ്ട ഒരൊറ്റ റെസൊല്യൂഷൻ ഇതാണെന്ന് തോന്നുന്നു. മനുഷ്യനെ ഉണ്ടാവുള്ളൂ കൂടെ. എന്നും നമ്മൾ എല്ലാവരും ഒരൊറ്റ കെട്ടായി, ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും ഒന്നും ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരൊറ്റ കെട്ടായി എപ്പോഴും എല്ലാവരും സഹായിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ന്യൂ ഇയറിനും ഇനി വരാൻ പോകുന്ന ന്യൂ ഇയറുകളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാവരോടും പറയാനുള്ളത്. സ്നേഹം പരക്കട്ടെ അല്ലേ? അതല്ലേ നമുക്ക് ജീവിതത്തിൽ വേറെ എന്താ ഉള്ളത്? എല്ലാവർക്കും അന്യോന്യ സ്നേഹം ഉണ്ടാവില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കാരണം മറ്റൊരാളുടെ വിഷമത്തിൽ നമുക്ക് സിമ്പതി മാത്രമല്ല എംപതിയും തോന്നും. ഞാനിപ്പോൾ മറ്റൊരാളുടെ വിഷമത്തിൽ സിമ്പതി എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ റോട്ടിൽ ഭിക്ഷ തേടി പോയി ഒരു കൊച്ചു കുട്ടിയാണ് അങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പതി തോന്നും. അയ്യോ ഈ കുഞ്ഞിങ്ങനെ ചെയ്യുന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ദയനീയമായ കാഴ്ച കാണുമ്പോൾ നമുക്ക് സിമ്പതി തോന്നും. എനിക്കും തോന്നും, നിങ്ങൾക്കും തോന്നും, എല്ലാവർക്കും തോന്നും. ഈ സിമ്പതി എന്ന് പറയുന്നത് ആ തോന്നലിൽ ഒഴിവായി അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എംപതി. ആ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ വീഴാൻ പോകുന്ന ആളിന് കൊടുക്കുന്ന അയ്യോ പാവം വീഴാൻ പോയല്ലോ എന്ന് പറയുന്നതല്ലാതെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കൈത്താങ്ങില്ലേ, ആ കൈത്താങ്ങാണ് എംപതി. എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തതൊക്കെ എവിടെയെങ്കിലും, നിങ്ങൾ എല്ലാവരെയും കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അപ്പം ഞാൻ ചിലപ്പോൾ ആരുടെയെങ്കിലും ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹായം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടും. അപ്പം ഞാൻ എൻ്റെ കഴിവിന് പരമാവധി സഹായിച്ചിട്ടാണ് ഞാനത് ഇടുന്നത്. അപ്പം അതിൻ്റെ താഴെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും നിങ്ങളൊന്ന് മറ്റേ യൂസഫിനെ വിളിച്ചാൽ പോരെ, തീരാവുന്ന പ്രശ്നമില്ലേ 30 ലക്ഷം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ഇത്തിരി 30 ലക്ഷം രൂപ കിട്ടാൻ പോലെ, തീരാവുന്നല്ലേ ഉള്ളൂ പ്രശ്നം, ഞങ്ങളോടൊക്കെ പൈസ ചോദിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ 10 രൂപ വെച്ചുള്ളൊരു കൂട്ടായ്മയായിരിക്കും ഒരു വലിയ പൈസ സമാഹരിച്ച് എത്ര പേരെയാണ് നമ്മുടെ നാട്ടിൽ. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ഇറക്കണമെങ്കിൽ, ചിലപ്പോൾ വലിയ ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ അത്ര സ്നേഹമുള്ളവരാണ്. അതിൽ ചില ആൾക്കാരേ ഉള്ളൂ ഈ പാഷാണത്തിൽ കൃമി പോലെ ഇങ്ങനത്തെ ചില കമൻറ്റുകൾ എഴുതും. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് 35 ലക്ഷം കൊടുത്താൽ പോരാ, അതിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഇത് ഇടുന്നത് എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഈ അച്ചായനോടുള്ളൊരു ടോണി അച്ചായൻ അദ്ദേഹത്തിനോടുള്ളൊരു സന്തോഷം തോന്നിയത്, ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ ചെയ്യാറുമുണ്ട്. അദ്ദേഹത്തിനോട് തോന്നിയൊരു സന്തോഷം എന്ന് വെച്ചാൽ പൈസ ഉള്ളതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും പാവപ്പെട്ടവരെ സഹായിക്കണം എന്നില്ല. അതിന് നമുക്ക് വലിയൊരു മനസ്സ് വേണം അല്ലേ? പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിയ അന്നത്തെ കൂലി 1000 രൂപയാണെന്ന് ഇരിക്കും. ആ 1000 രൂപയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു 10 രൂപ എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യപിക്കുന്ന ഒരാളെന്ന് കരുതിക്കോ, മദ്യപിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ, ഒരു പുരുഷനാണെന്ന് കരുതിക്കോളും. അപ്പൊ അദ്ദേഹത്തിന് 1000 രൂപ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയപ്പോൾ കൂലി കിട്ടി. അതിൽ നിന്ന് 100 രൂപ പുള്ളി കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. ആ 100 രൂപ ഒരു പാവപ്പെട്ടവന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് ആലോചിക്കും, അയ്യോ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഹരം കൂടെ പോയി പോവല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരുടെയും 1000-നും വിലയുണ്ട്, എല്ലാവരുടെയും 100 രൂപയ്ക്കും വിലയുണ്ട്. നിങ്ങൾക്ക് 1000 കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് വിലയുണ്ടെങ്കിൽ അച്ചായന് 1 കോടി രൂപ കിട്ടുമ്പോൾ 1 ലക്ഷത്തിന് വിലയുണ്ട്. അല്ല
അതിപ്പോ ഞാൻ എനിക്ക് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കണക്കിന് പറഞ്ഞതാ. അല്ല അതിൻ്റെ ഒരു വലിപ്പ ചെറുപ്പത്തിലല്ല, ഞാൻ ജസ്റ്റ് ആൾക്കാരോട് പറയുന്നൊരു കണക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാ പൈസക്കും വിലയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ഇനോഗ്രേഷൻ മെയിനായിട്ട് വന്നത്. കാരണം ഹീ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നല്ലൊരു മനുഷ്യനാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ വലിയൊരു ശതമാനം അദ്ദേഹം പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് നിലനിൽക്കാൻ എന്നും ഞാനൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പരിപാടിക്ക് പോയി. അപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പരിപാടിക്ക് എല്ലാം ആ സിനിമകൾ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് നിങ്ങളിങ്ങനെ തരിച്ചു കൂടുന്നതും കൈയടിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ വെറുതെ ഞാൻ മുതുകത്തിരിക്കുന്ന ധന്യ വീണ എന്ന് പറയുന്ന എന്നെ കാണുമ്പോൾ വെറുതെ നിങ്ങൾ സ്നേഹം കാണിക്കുമോ? ഇല്ല. നിങ്ങളുടെ ആ സ്നേഹത്തിന് പിന്നിൽ ഏതോ കുറേ പ്രൊഡ്യൂസേഴ്സ് ഒഴിക്കുക പൈസയുടെ വിയർപ്പിൻ്റെ ഒക്കെ സ്നേഹം ബാക്കി പത്രം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉയർച്ച ഈ ന്യൂ ഇയറിൽ 2026 വളരെ സ്നേഹത്തോടെ പറയുകയാണ്. ഒരുപാട് ഉയർച്ച താങ്കൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ. അതിനോടൊപ്പം അതുവഴി ഒരുപാട് ആൾക്കാരെ അങ്ങേക്ക് സഹായിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു കഴിക്കാനും ഒക്കെ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചൈനീസ് ഗോൾഡിൻ്റെ 37ാമത് കരകച്ചാലിലെ ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് നവ്യ ചേച്ചി. യെസ്, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും മനോഹരമായി നമ്മുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കൈ ഉയർത്തി നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം അച്ചായനാണ്. പ്ലീസ് അച്ചായ. എല്ലാവർക്കും നമസ്കാരം. കരകച്ചാലുകാർക്ക് എൻ്റെ വളരെ നന്ദി. കാരണം ഞാൻ 37 ഷോറൂം ഉദ്ഘാടനം ചെയ്തിട്ട് ഇത്ര അധികം ആൾക്കാരെ കണ്ട ആദ്യത്തെ ഷോറൂം. ഒത്തിരി കുറേ ആൾക്കാരെ കാണും തോറും ഞാൻ എന്താ വിചാരിക്കുന്നതെന്നറിയോ? ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ അത്ര എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സത്യമല്ലേ? സത്യമാണോ? സത്യമാവണം. കേരളത്തിൽ നിന്ന് ഒരാള് അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. പേടിയുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരെ. ശരിയാ, രാഷ്ട്രീയക്കാരെ GSTയുടെ റെയ്ഡ് വരെ നടത്തി. തളർന്നില്ലാച്ചാൽ കാരണം മോള് ദൈവമുണ്ട്. പലരും പല രീതി അറ്റാക്ക് ചെയ്യാൻ നോക്കി, തളർന്നില്ല. അവിടെ വെല്ലുവിളിച്ചതിന് മുന്നിൽ നിന്നു. എന്തുകൊണ്ടാ? ജനങ്ങൾ പുറകിലും മുകളിൽ ദൈവമുള്ളിടത്തോളം അച്ചായൻ ചെയ്യും. അല്ലേ? ചെയ്യണം. നമ്മളാരെയും നോക്കണ്ട. ഞാൻ മുമ്പിലുണ്ട്. എനിക്ക് ഒരൊറ്റ ഉപകാരം നിങ്ങൾ ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കും പാവങ്ങളില്ല. ഈ കേരളത്തിൽ പാവങ്ങളില്ല. ഈ കേരളത്തിൽ പാവപ്പെട്ടവനോ കോടീശ്വരനോ വ്യത്യാസമില്ല. മതഭേദമന്യ. മതം നമ്മളെ തിരിക്കുന്നില്ല. രാഷ്ട്രീയക്കാരിവിടെ അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും എനിക്ക് മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ സ്നേഹം കൊണ്ട്. സത്യമായിട്ട് പറയാം, നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. എനിക്കിനി ആയിപ്പോണെങ്കിൽ ഈ കരകച്ചാലുകാർ സ്നേഹിക്കുമ്പോ ഇത് വളരെ സന്തോഷം. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാം. ഇത് വർഷം 2026. ഇന്ന് ജാനുവരി 1 ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ സമ്പാദ്യത്തിൽ നേരത്തെ കൊടുത്തതിലും 10 മടങ്ങ് കൂടുതൽ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും. അത് അന്നദാനമായിട്ടും പാർപ്പിടമായിട്ടും വസ്ത്രമായിട്ടും പഠനമായിട്ടും കല്യാണമായിട്ടും ഞാൻ ചെയ്യും. കുറെ പേര് തടയാൻ വരും. കുറെ പേര് എന്നെ കുറിച്ച് ട്രോൾ ചെയ്യും. ആ ട്രോളുകളെല്ലാം അതിജീവിക്കുന്ന ആരെന്നറിയോ? നിങ്ങള്. വേറെ ആരുമല്ല. തന്റെ ഇടത്തോടെ പോണ എനിക്ക് ഈ 2026 എനിക്ക് ആയുസുണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ അച്ചായം ചെയ്യും. ആരും തോപ്പിക്കാൻ നോക്കണ്ട. തോക്കുകയില്ല. തോക്കണമെങ്കിൽ എന്നെ കൊല്ലണം.
അച്ഛനുണ്ടാവും മുന്നിൽ തന്നെ നിങ്ങളെ പോലെ സ്നേഹിക്കുന്നത്. ഒരു സിനിമാ താരമായിട്ടല്ല എന്നെ സ്നേഹിക്കുന്നത്, ഒരു വലിയൊരു ബിസിനസ്സുകാരനായിട്ടല്ല എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. മുന്നോട്ട് ചെയ്യണ്ടേ? ആരെങ്കിലും ഭയപ്പെടുത്താൻ വന്നാൽ നിങ്ങളൊപ്പം നിൽക്കില്ലേ? നിൽക്കുവോ? തന്റെ അടുത്താണ്. ആര് വെട്ടം വന്നാലും നിൽക്കില്ല നിങ്ങളെ മുമ്പിൽ കയറി. അത് മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഇവിടുത്തെ പോലീസുകാരോടാണ്. അവര് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മള് എന്റെ ഒക്കെ ചെറുപ്പം തൊട്ടേ സിനിമയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നവ്യ മേഡത്തെ ആണെങ്കിലും വളരെ സന്തോഷം. സിനിമയായിട്ട് അധികം ബന്ധത്തിന് പോയിട്ടില്ല, പക്ഷെ കണ്ടിട്ടില്ല. പക്ഷെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഫേമസ് ആയ ഒരു നടിയെ വിളിച്ച് എനിക്കൊന്ന് 37ാമത്തെ ഷോറൂമിലാണ് നവ്യയെ വിളിച്ചത്. അതിന് വന്ന് സഹകരിച്ചു. എല്ലാത്തിനും നന്ദിയാണ്. കാരണം സിനിമകളിൽ കണ്ടുള്ള ആളെ ഇവിടെ വരുത്താൻ പറ്റുമല്ലോ. കാരണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് ജനങ്ങളെ എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഴിവുകളെയാണ് ദൈവം സ്നേഹിക്കുന്നത്, അല്ലെ ജനങ്ങൾ സ്നേഹിക്കുന്നത്. നന്ദി, നമസ്കാരം. Yes, thank you so much, Rashaya. Appo happy are you happy, Karuchan? Yes, നമുക്ക് മുന്നിൽ